ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 6ാം ക്ലാസ്സിലെ ഹിന്ദി യൂണിറ്റ് 3. യൂണിറ്റ് 3യിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ മീഠ സന്തറയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ റീഡിംഗ് വീഡിയോ, മലയാളം എക്സ്പ്ലനേഷൻ, മീനിങ്സ് എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസുമാണ്. മീഠ സന്തറ സംസ്മരണമാണ്, യായാവാറാണ് അതിൻ്റെ ഓഥർ എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. आदित्य क्वेश्चन, लेखक और बूटी कांग की गपशप आपको कैसी लगी, क्यों? അപ്പോൾ ഇതിലെ ലേഖകനും അതുപോലെ ആ വൃദ്ധയായ കച്ചവടക്കാരിയും തമ്മിലുള്ള ആ ഒരു ടോക്ക് വരുന്നുണ്ടല്ലോ, സംസാരം വരുന്നുണ്ടല്ലോ ഇടയിൽ, അത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി, എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ലേഖക് और बूटी कांग की गपशप बहुत सरल, मनोरंजक और अपनापन भरी लगी. लेखक का मजाकिया प्रश्न और बूटी कांग का उत्तर दोनों मिलकर इस बातचीत को रोचक बना देता है. ये गपशप इसलिए अच्छी लगी क्योंकि इसमें गाँव की ഒരു മിനിറ്റ്, ഇവിടെ സഹജതയാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വരുന്നൊരു പ്രശ്നമാണ്. ആണ് കേട്ടോ ഇത്. गाँव की सहजता, जानमതി, सरल जीवन और इंसानी रिश्ते की मिठास झलकती है. ഓക്കെ, നെക്സ്റ്റ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അപ്പം ഇത് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല, ഇതും ഒരു ആൻസർ ആണ്. നെക്സ്റ്റ്. युवती ने पैसे लेने से इनकार किया, यह युवती का कौन सा मनोभाव प्रकट होता है? ആ പെൺകുട്ടി ഇയാളിൽ നിന്ന് പൈസ വാങ്ങാൻ മടിച്ചു അല്ലേ? യുവതിയുടെ ഏത് ആറ്റിറ്റ്യൂഡാണ്, ഏത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? ആൻസർ. युवती ने लेखक को पहचान लिया था क्योंकि वह अक्सर अपनी नानी के पास बैठी होती थी. അതായത് ഈ യുവതി വർഷങ്ങൾക്ക് മുമ്പ് ആ മുത്തശ്ശി, ആ വൃദ്ധയായ കച്ചവടക്കാരി വിറ്റപ്പോൾ കൂടി ഇരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവള് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇയാളെ തിരിച്ചറിഞ്ഞു. इस पहचान के कारण उसने लेखक से पैसे लेने से मना कर दिया, जो उसकी आत्मीयता और लगाव दर्शाता है. यह एक प्रकार का निस्वार्थ भाव है जहाँ ചന്ദ്രകല ഉണ്ട്. ജഹാ വ ജാൻ പഹചാൻ കെ കാരൺ പൈസ നഹി ലേനാ ചാഹതി തി. അയാളെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അയാളിൽ നിന്ന് പൈസ വാങ്ങാതിരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ആക്ടിവിറ്റീസ് ആണ്. ആയേ ഖരീദ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരുടെ കടയുടെ പിക്ചർ തന്നിട്ടുണ്ട്. ലിഗെ ക്യാ ക്യാ ഹെ, എന്തൊക്കെ ഉണ്ടെന്നാണ് ചോദ്യം. സന്തര അല്ലെ, ഓറഞ്ച് ഉണ്ട്, സന്തരയെന്ന് എഴുതാം കേട്ടോ. സന്തര എന്ന് എഴുതിയില്ലെങ്കിൽ സന്തരയെന്ന് എഴുതിയാലും മതി. കേലെ, പൈനാപ്പിൾ, ഇതിലൊരു ഈ സംഭവം ഉണ്ട് പൈനാപ്പിളിൽ. പിന്നെ അതുപോലെ തന്നെ ശക്കർക്കൻ, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, പ്ലം, പിപ്പർമിൻറ്റ്. നെക്സ്റ്റ്. ലിഗെ കിസ്നെ കഹ, യുവതിയാണോ ലേഖകാണോ ഈ വേർഡ്സ് ഒക്കെ, ഈ സെന്റൻസ് പറയണത്. സന്തര മീഠാ ഹെ, സന്തര മധുരമുണ്ടോ ചോദിച്ചത് ആരാ? ലേഖക്. എക് പാവ് ചീനി മേ തോ ജ്യാദാ മീഠാ നഹി ഹോഗ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാൽ മധുരം ഒന്നും ഉണ്ടാവില്ല എന്ന് പറയണത് ആരാ? ലേഖക്. മീഠാ ഹൈ തോ ക്യോ നഹി മീഠാ ഹോഗ എന്ന് പറയണത് ആരാ? യുവതി. കിത്തനി ചീനി ഡാലി, എത്ര മധുരം ഇട്ടു ചോദിക്കണത് ആരാ? ഇതില്ലേ കിത്തനി ചീനി ഡാലി എന്നുള്ളത് യുവതി അല്ല, ലേഖകാണേ. ഇത് ലേഖകാണ് കേട്ടോ. ഓക്കെ. एक पव्वा, ആൻസർ പറയണ യുവതി. ഹാ തബ് ജോ ജറൂർ മീഠ ഹോഗ, അപ്പൊ ശരിക്കും മധുരം ഉണ്ടാവും പറയണ ആരാ? ലേഖക്. ദോ പവ്വ എന്ന് പറയണത് ആരാ? യുവതി. ഹാ ബഹുത് മീഠ എന്ന് പറയണത് ആരാ? യുവതി. ഓക്കെ, നെക്സ്റ്റ്. കഹാനി സെ ഗുസറെ പ്രസ്താവ് പർ, ഇപ്പൊ റോങ് ആണെങ്കിൽ, തെറ്റായിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ ഇങ്ങനത്തെ സിമ്പിളും റോങ് സിമ്പിളും, ശരിയാണെങ്കിൽ ടിക്കൂടുക കേട്ടോ. 20 साल बाद, 20 വർഷത്തിന് ശേഷം ലേഖക് ഷിലോങ് ഗയ, ലേഖക് ഷിലോങ്ങിൽ പോയി, അപ്പൊ ടിക്കിടുക. ഗുമട്ടി സൂപ്പർ മാർക്കറ്റ് ബൻ ഗയ, ഗുമട്ടി സൂപ്പർ മാർക്കറ്റ് ആയോ? ഇല്ല. യുവതി കെ പാസ് ഉസ്കി ചോട്ടി സി ലഡ്കി ബി ബൈട്ടി തി, യുവതിയുടെ കൂടെ ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. ലേഖക്കോ ബൂട്ടി കാങ്കി യാദായി, ഓർമ്മ വന്നില്ലേ, അപ്പോൾ ടിക്കിടുക. ഗുമട്ടി മേ വൃദ്ധ നസറായി, ഇല്ല, വൃദ്ധേനെ കണ്ടില്ല, അപ്പോൾ റോങ്. ഗുമട്ടി മേ യുവതി അക്കേലി ബൈട്ടി തി, അല്ല, കൂടെ ഒരു ചെറിയ കുട്ടിയും കൂടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്?
നെക്സ്റ്റ് एक दुकान का चित्र कीजिए रंग दे नाम दे. അപ്പോൾ നമ്മളിവിടെ ഒരു കടയുടെ പിക്ചർ കൊടുക്കുക, എന്നിട്ട് കളർ കൊടുക്കുക, വരയ്ക്കുക, കളർ കൊടുക്കുക, ദെൻ അതിനെക്കുറിച്ച് എഴുതുക. ഇതാണ് കേട്ടോ ദുക്കാൻ കെ ബാരെ മേ ലിഖേ എന്നാണ്. ഞാനപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ദുക്കാനെ കുറിച്ചാണ് എഴുതുന്നത്. നിങ്ങൾ ഏതാണോ കൊടുക്കുന്നത്, ഏത് ഷോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം, അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. ये ताज़ी सब्जियां और फल नामक एक छोटी सी दुकान है. ये हमारे घर के पास बाजार में स्थित है. इस दुकान पर हमेशा ताज़ी सब्जियां और फल मिलते हैं. यहाँ के दाम भी बहुत उचित है, इसलिए बहुत से लोग यहाँ से खरीदारी करना पसंद करता है. दुकान का मालिक बहुत मिलनसार है और ग्राहकों की मदद करने के लिए हमेशा तैयार करता है. अब ഇത്രയാണ് ഇതിൽ വരിക. ഇനി നമുക്കുള്ളത് നെക്സ്റ്റ് എക്സസൈസ് പാഠ് ഭാഗ് സെ ഉചിത് ശബ്ദ ഢൂണ്ടെ ഓർ ലിഖേ. പാഠത്തിൽ നിന്ന് ഉചിതമായിട്ടുള്ള സെൻറ്റൻസ് സെലക്ട് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടല്ലോ, वह हमारे घर के पास ही छोटी सी गुमट्टी में बैठी मौसमी फल बेचती थी. मैंने उस कांग से उस बूटी महिला के बारे में पूछा. അപ്പോൾ ചോട്ടി സി ഗുമട്ടി, ചോട്ടി സി ആണ് ഗുമട്ടിയുടെ ഫ്രണ്ടിൽ വരുന്നത്, മഹിളയുടെ ഫ്രണ്ടിൽ ബൂട്ടി. ഇതുപോലെയാണ് ചോട്ടി സി ഗുമട്ടി കൊടുത്തു, ബൂട്ടി മഹിള കൊടുത്തു. അടുത്തത് സന്തരയാണ്, മീട്ട സന്തര. നെക്സ്റ്റ് കാങ്കാണ്, ബൂട്ടി കാങ്ക്. അടുത്ത് ശക്കർകന്ദാണ്, ശക്കർകന്ദിൻ്റെ മുന്നിലുള്ള വേർഡ് ഉബലെ ശക്കർകന്ദ്. ഗ്രാഹകാണ്, നിയമിത് ഗ്രാഹക്. സവാലാണ്, പുരാന സവാൽ. ലഡ്ക്കി, നൻഹി സി ലഡ്ക്കി എന്നുണ്ട്, ചോട്ടി സി ലഡ്ക്കി എന്നുണ്ട് കേട്ടോ, നമുക്ക് ഏത് വേണമെങ്കിലും ചേർത്താം. ഇത് ഉങ്കലിയാമാണ്, ദോ ഉങ്കലിയാം. അപ്പോൾ ഇതാണ് ഉചിത ശബ്ദം ഇതിൽ വരിക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഞാനിതിൽ ഉൾപ്പെടുത്താത്ത ഒരു എക്സസൈസ് വരുന്നുണ്ട്, ഒരു ടിപ്പണി തയ്യാറാക്കാനുള്ളതാണ്. ഈ പാഠഭാഗത്തിൻ്റെ ഒരു ടിപ്പണി തയ്യാറാക്കാൻ കൂടി നമുക്കിതിൽ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി വരുന്നുണ്ട്. അത് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. നമ്മൾ എത്ര പേർക്ക് വേണം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യൂ, അതിനനുസരിച്ചിട്ട് നമ്മൾ ഷോർട്ടായിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നതായിരിക്കും. ഇതിലിനി ആ രണ്ട് കാര്യങ്ങൾ, ഒരു ടിപ്പണി ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു സബ്ജി ഫൽ ഇതിൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ട് അതിൻ്റെ പേരെഴുതാനുള്ള ഒരു ആക്ടിവിറ്റി കൂടെ ബാക്കിയുണ്ട്. അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.